അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യക്ക് മേൽ ഏൽപ്പിക്കുന്ന അധിക ചുങ്കം കയറ്റുമതി മേഖലയെ ഗുരുതരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. സംസ്കരിച്ച മത്സ്യം മുതൽ ഡയമണ്ട് ആഭരണങ്ങൾ വരെയുള്ള ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിപണിയാണ് അമേരിക്ക. സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റുമതിയെ ബാധിക്കുന്നത് കേരളത്തിനും തിരിച്ചടിയാകും. വാഹന പാർട്സുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, സംസ്കരിച്ച മത്സ്യം, ടയർ, തുകൽ ഇങ്ങനെ ട്രംപിൻ്റെ പകരച്ചുങ്കത്തിനിരയാകുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഏറെയാണ്. ഇന്ത്യൻ കയറ്റുമതി മേഖലയുടെ തകർച്ചയായിരിക്കും പകരച്ചുങ്കത്തിൻ്റെ ഫലം. ഇന്ത്യൻ വാഹന വ്യവസായമാണ് ബാധിക്കുന്ന ഒരു പ്രധാന മേഖല. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന വാഹനഭാഗങ്ങളുടെ ഏറ്റവും വലിയ വിപണിയാണ് അമേരിക്ക. 2024-25 സാമ്പത്തിക വർഷത്തിൽ $7.35 ബില്യൺ മൂല്യമുള്ള വാഹന ഘടകങ്ങൾ ഇന്ത്യൻ വ്യവസായികൾ US-ലേക്ക് കയറ്റി അയച്ചു. പകരം തീരുവ ഈ വ്യവസായത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇന്ത്യയിൽ ഉൽപ്പാദനം കൂട്ടാനുള്ള ആപ്പിളിൻ്റെ നീക്കത്തിനും ട്രംപിൻ്റെ തീരുമാനം തിരിച്ചടിയാണ്. സംസ്കരിച്ച മത്സ്യം, സുഗന്ധവ്യഞ്ജനം, കയറുൽപ്പന്നങ്ങൾ എന്നിവയാണ് കേരളത്തെ ബാധിക്കുന്ന മേഖലകൾ. ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ കേരളം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് അമേരിക്ക. 5 വർഷത്തിനിടെ 2000 കോടിയുടെ വളർച്ച സുഗന്ധവ്യഞ്ജന മേഖലയിൽ നമുക്കുണ്ടായി. US-ലേക്ക് മാത്രമുള്ള കയറ്റുമതിയിലുണ്ടായത് 525 കോടി രൂപയുടെ വളർച്ചയാണ്. കയറും ചണവും കൊണ്ടുണ്ടാക്കുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ കേരളം അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. സംസ്കരിച്ച മത്സ്യ ഉൽപ്പന്നങ്ങളാണ് മറ്റൊരു മേഖല. കയറ്റുമതി പൂർണ്ണമായി നിലയ്ക്കുന്നതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയായിരിക്കും രൂപം കൊള്ളുകയെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്ക എന്ന നമ്മുടെ ഒരു പ്രധാന കയറ്റുമതി ഡെസ്റ്റിനേഷൻ രാജ്യമെന്ന നിലയിൽ ആ കയറ്റുമതി കുറയാനാണ് സാധ്യത. പക്ഷേ അതിന് ഒരു പ്രധാന കാര്യം, അമേരിക്കയുടെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്ക് 8ാം സ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ആ പ്രോമിനൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. പാകിസ്ഥാന് നൽകിയ ആനുകൂല്യം പോലും പകരം തീരുവയിൽ ഇന്ത്യക്ക് ട്രംപ് നൽകിയില്ല. പാകിസ്ഥാന് തീരുവ 10% കുറച്ചപ്പോൾ ഇന്ത്യക്ക് ഒരിളവും ലഭിച്ചില്ല. തൻ്റെ സുഹൃത്തെന്ന് മോദി അവകാശപ്പെടുന്ന ട്രംപിൽ നിന്നും ഇത്തരമൊരു നീക്കമുണ്ടായിട്ടും ശക്തമായൊരു പ്രതികരണത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇനിയും തയ്യാറായിട്ടില്ലെന്ന വിമർശനവുമുണ്ട്. സാലി മുഹമ്മദ്, കൊച്ചി.